പക്ഷിശാസ്ത്രകാരനും 11 പക്ഷിവേഷക്കാരും പാടത്തിനുടമയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. തൻ്റെ ചിറകിനടിയിൽ കഴിഞ്ഞവരിൽ ഒരുവനെ കാണാതെ പോയ വിഷമം പക്ഷിശാസ്ത്രകാരനുണ്ട്. അധികാരമോഹിയും വർഗവഞ്ചകനുമായ സ്വയം ചിറകറുത്ത് കൂട്ടം തെറ്റിപ്പോയ കിളിയെ തിരഞ്ഞ് പക്ഷിശാസ്ത്രകാരൻ വരുന്നതോടുകൂടിയാണ് കഥ ആരംഭിക്കുന്നത്. ഭാവി പ്രവചിക്കാൻ കഴിവുള്ള പക്ഷിശാസ്ത്രകാരൻ്റെ ശക്തി എന്നത് സാധാരണക്കാരോടൊപ്പം പ്രകൃതിയോട് ഇണങ്ങിയുമുള്ള ജീവിത അനുഭവങ്ങളാണ്. പട്ടിണിക്കാരോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ജീവിത ദർശനം ഈ നാടകത്തിലുണ്ട്. വിതയ്ക്കാനും വാരിക്കൂട്ടാനും മറന്ന സ്വന്തമായി മണ്ണില്ലാത്ത പക്ഷിക്കൂട്ടങ്ങളോട് കുന്നിൻ പുറത്തെ കതിർക്കുലകൾ കൊത്തിക്കൊണ്ടുവരുവാനുള്ള പക്ഷിശാസ്ത്രകാരൻ്റെ പറച്ചിൽ മണ്ണിൻ്റെ മക്കളോടുള്ള പറച്ചിലായി മാറുന്നു. മണ്ണിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് ഉള്ളവനും ഉടമയുമല്ല, പണിയെടുക്കുന്നവനും പട്ടിണിക്കാരനുമാണ്. കതിർക്കുലകൾ കൊത്തിക്കൊണ്ടുവരുവാനുള്ള യാത്രയിൽ എന്താപത്ത് വന്നാലും സ്വയം കാത്തുകൊള്ളണം എന്നും പറയുന്നുണ്ട്. നമ്മെ ദ്രോഹിക്കുന്നവനെ പോലും തങ്ങളുടെ ചിറകടി കൊണ്ട് കുളിർമ നൽകണമെന്നാണ് പക്ഷിശാസ്ത്രകാരൻ പക്ഷികൾക്ക് നൽകുന്ന ഉപദേശം. എല്ലാ അടിത്തറകൾ ഇളകിയാലും പൊരുതി നിൽക്കണമെന്ന പക്ഷിശാസ്ത്രകാരൻ്റെ വാക്കുകൾ കേട്ട് പക്ഷികൾ കതിർക്കുല കൊത്താനായിട്ട് പറന്നുയർന്നു. പാടത്തിനുടമ തടയാനെത്തിയാൽ അയാളെ കൊത്തി വീഴ്ത്തരുതെന്നും പറയുന്നുണ്ട്. ഹിംസയോ രക്തച്ചൊരിച്ചിലോ ഈ മണ്ണിൽ പാടില്ല എന്നദ്ദേഹം പറയുന്നു. ചിറകുവെച്ച ചിന്തകളും തീപിടിച്ച സ്വപ്നങ്ങളുമായി പറന്നുയരുന്ന പക്ഷികൾ ലോകത്തിന് പുതിയ ആശയങ്ങളും ആവേശവും നൽകുന്നുണ്ട്. അങ്ങനെ പക്ഷികൾ പോയതോടുകൂടി പാടത്തിനുടമ പക്ഷിശാസ്ത്രകാരൻ്റെ അടുത്തേക്ക് വരുന്നു. പക്ഷിശാസ്ത്രകാരനെ കൊല്ലാനൊരുങ്ങുന്ന പാടത്തിനുടമയോട് എനിക്ക് ശേഷവും അധ്വാനിക്കുന്നവൻ്റെ സ്വപ്നവും പ്രതീക്ഷയും തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും ധ്രുവനക്ഷത്രങ്ങളിലും നിറഞ്ഞു നിൽക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് നന്മയുടെയും ഐക്യത്തിൻ്റെയും ലോകമാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന പാടത്തിനുടമയുടെ അമ്പേറ്റ് പക്ഷിശാസ്ത്രകാരൻ പിടഞ്ഞു വീഴുന്നു. പാടത്തിനുടമയുടെ തോട്ടത്തിലെ വെളുത്ത പൂക്കൾ ചുവന്നു തുടങ്ങുന്നു. കതിർക്കുലകൾ തേടിപ്പോയി തിരികെ വന്ന പക്ഷികൾ പക്ഷിശാസ്ത്രകാരനെ കാണാതെ വേവലാതിപ്പെടുന്നു. ഈ പാടത്തിനുടമ എന്ന് പറയുന്നത് കൂട്ടം തെറ്റിപ്പോയിട്ടുള്ള ആ പക്ഷിയുടെ പ്രതീകമാണ്. മാറിൽ തരച്ച അമ്പുമായി ശരശയിൽ കിടക്കുന്ന പക്ഷിശാസ്ത്രകാരൻ്റെ ധ്യാന നിമഗ്നത പക്ഷികൾ തിരിച്ചറിയാതെ കരയുന്നു. പാടത്തിനുടമയെ പക്ഷികൾ കൂരം പെയ്ത് കൊല്ലാനൊരുങ്ങുമ്പോൾ പക്ഷിശാസ്ത്രകാരൻ തടയുന്നുണ്ട്. ഇവിടെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സൂചന കാണാം. തൻ്റെ ശരീരത്തിലേറ്റ അമ്പുകൾ കൊണ്ട് ശരശയെ ഒരുക്കുവാൻ പക്ഷികളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. പാടത്തിനുടമ സ്വന്തം തോട്ടത്തിലെ പൂക്കൾ ചുവക്കുന്നതും എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തന്നെ തുറച്ചു നോക്കുന്നതും കണ്ട് പേടിച്ച് കിളികളുടെ ചിറകിൽ തന്നെ അഭയം തേടുന്നു. തൻ്റെ അധികാരമോഹത്തെ ഓർത്ത് അയാൾ വിഷമിക്കുന്നുണ്ട്. പാടത്തിനുടമയ്ക്ക്, അതായത് തങ്ങളുടെ കൂട്ടം തെറ്റിപ്പോയിട്ടുള്ള ആ കിളിക്ക് പക്ഷികൾ സ്വർണ്ണച്ചിറകുകളും സ്വപ്നങ്ങളും വാഗ്ദാനം ചെയ്തു. പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള ചുവന്ന പൂക്കൾ വെളുത്തു തുടങ്ങി. അങ്ങനെ പക്ഷികളോടൊപ്പം ഒരുമിച്ച് പറക്കാൻ പാടത്തിനുടമ തയ്യാറാവുന്നതോടുകൂടി ഈ